ഇന്ന് നമുക്ക് സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പഴുത്തത് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പൈനാപ്പിൾ ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ നിന്നും ആദ്യം കുറച്ച് ഒരു പിടി മാറ്റി വെക്കണം. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, പിന്നെ അല്പം ശർക്കര, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ പൈനാപ്പിളിലേക്ക് ചേർക്കാം. കൂടെ തന്നെ നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം പൈനാപ്പിൾ വേവാനായിട്ട് അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 5-10 മിനിറ്റ് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ജീരകം, കടുക് ഇതൊക്കെ 1/2 സ്പൂൺ വീതം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി അരയണം, പക്ഷേ എന്നാൽ ചെറിയൊരു തരി ഉണ്ടാവുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അതും കൂടെ ചേർത്തിട്ട് തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇല്ലയെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് താളിക്കാനായിട്ട് ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിനകത്തേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് കോരിയിട്ട് കറിയിലേക്ക് ചേർക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കൂടെ ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്